രണ്ടാം അധ്യായം. പട്ടണം പപ്പുവിനൊരു പുതുമയായിരുന്നു. വിസ്തൃതമായ തെരുവീഥികൾ, ഉന്നതങ്ങളായ കെട്ടിടങ്ങൾ, കാറുകൾ, തീവണ്ടികൾ, വൈദ്യുതദീപങ്ങൾ എന്നുവേണ്ട പട്ടണത്തിന്റെ പ്രൗഢിയിൽ അവൻ അമ്പരന്നുപോയി. പകൽ മുഴുവൻ നടന്ന് ഏതാണ്ട് സന്ധ്യയോടടുത്തപ്പോഴാണ് അവൻ പട്ടണത്തിൽ കടന്നത്. വഴിമധ്യേ 2 പ്രാവശ്യം പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ടും വിശപ്പും ദാഹവും വിഗണിച്ചുകൊണ്ട് അവൻ പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ടങ്ങനെ ചുറ്റിനടന്നു. വിശപ്പും ക്ഷീണവും ദുസ്സഹമായപ്പോൾ അവൻ ഒരു പീടികയുടെ വരാന്തയിൽ കയറിയിരുന്നു. പരിചയമുള്ള ഒരൊറ്റ മുഖം പോലും കാണാനില്ല. പട്ടണത്തിൽ അവന്റെ സാന്നിധ്യം ഒരൊറ്റ ജീവിയുടെയെങ്കിലും ശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല. സഹതാപസൂചകമായ ഒരു നോട്ടം പോലും അവന് ലഭിച്ചില്ല. ആ പീടിക വരാന്തയിൽ പല പിച്ചക്കാരും സ്ഥലം പിടിച്ചിട്ടുണ്ട്. അവനും അവരുടെ കൂട്ടത്തിൽ കിടന്നു. ക്ഷീണാധിക്യത്താൽ അവൻ ഉറങ്ങിപ്പോയി. അങ്ങനെ പട്ടണത്തിലെ പ്രഥമ രാത്രി അവൻ നിരാഹാരനായി തെണ്ടികളുടെ കൂട്ടത്തിൽ കഴിച്ചുകൂട്ടി. അടുത്ത പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റു നടന്നു. അവൻ ജോലി അന്വേഷിക്കുകയാണ്. പക്ഷേ അവൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. എന്തു ജോലിയാണ് വേണ്ടതെന്നോ എന്തു ജോലി ചെയ്യാൻ കഴിവുണ്ടെന്നോ അവന് നിശ്ചയമില്ല. ആരോട് ചോദിക്കണമെന്നും എങ്ങനെ ചോദിക്കണമെന്നും അവൻ അറിഞ്ഞുകൂടാ. നടന്ന് നടന്ന് അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവന്റെ പ്രായത്തിലുള്ള കുറേ പിള്ളേർ ഒരിടത്ത് കൂടിയിരുന്ന് ബീഡിയും വലിച്ച് വഷളത്തരങ്ങൾ പറഞ്ഞ് ആർത്തു ചിരിക്കുന്നുണ്ട്. പപ്പു അല്പം അകലെ അതെല്ലാം നോക്കി കുറേ നേരം നിന്നു. അകലെ നിന്ന് ട്രെയിനിന്റെ വിസിൽ കേട്ടു. "വണ്ടി വന്നടാ, വണ്ടി വന്നു" ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ചാടി എഴുന്നേറ്റു. പ്ലാറ്റ്ഫോമിലേക്ക് പാഞ്ഞു കയറി. "കൂലി, കൂലി" എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ യാത്രക്കാരുടെ ഇടയിലെല്ലാം ഓടിനടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവരിൽ ഓരോരുത്തരും ഓരോ ചുമടുമെടുത്തുകൊണ്ട് യാത്രക്കാരുടെ പിറകെ പോയി തുടങ്ങി. പപ്പുവും പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. ഒരു ചെറുപ്പക്കാരൻ പെട്ടിയും കിടക്കയും മുൻപിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. "ഞാൻ എടുക്കട്ടെ?" അവൻ അയാളോട് ചോദിച്ചു. അയാൾ സമ്മതിച്ചു. ആ ചുമടിന് 2 അണ കൂലി കിട്ടി. പപ്പു അതും കൊണ്ട് ഒരു ചായക്കടയിൽ കയറി ചായയും പലഹാരവും വാങ്ങി കഴിച്ചു. എന്നിട്ടവൻ പിന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഒരു പുതിയ കൂലിയുടെ ആവിർഭാവം മറ്റു കൂലികൾക്ക് അത്ര സുഖമായില്ല. അവരിൽ ഒരുവൻ പപ്പുവിനോട് ചോദിച്ചു, "നീ ഏതാടാ?" അവനത് ക്ഷമിച്ചു. "ഞാൻ കുറേ അകലെയുള്ളതാ." "നീ എന്തിനാ ഇവിടെ വന്നത്?" "വെറുതെ." "വെറുതെ വന്നവന് തീവണ്ടി ആപ്പീസിലെന്താ കാര്യം?" പപ്പുവിന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ അങ്ങോട്ടൊരു ചോദ്യമിട്ടു. "നിനക്കെന്താ ഇവിടെ കാര്യം?" മറ്റവന് ദേഷ്യം വന്നു. "നീ ആരാടാ എന്ന് ചോദിക്കാൻ?" മറ്റവൻ മുന്നോട്ടാരായാലും പപ്പുവിന്റെ ചെകിട്ടത്തൊരടിയും. പപ്പു കൂട്ടാക്കിയില്ല. അവൻ കൈ ചുരുട്ടി ഒരിടി കൊടുത്തു. ഇടി എതിരാളിയുടെ മൂക്കിനാണ് കൊണ്ടത്. അവൻ തല കറങ്ങി വീണു. അവന്റെ കൂട്ടുകാർ ഓടിവന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പപ്പു അലക്ഷ്യമായി അവിടെത്തന്നെ നിന്നു. എല്ലാവരും കൂടെ പപ്പുവിന്റെ നേരെ ഒരാക്രമണത്തിന് തയ്യാറായി. പപ്പു നിന്ന നിലയിൽ നിന്ന് അനങ്ങിയില്ല. അവൻ കൈ ചുരുട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, "എന്നെ തൊട്ടുപോയാൽ എല്ലാത്തിന്റെയും മൂക്ക് ഇടിച്ചു പരത്തിക്കളയും." ആ താക്കീത് കുറിക്കുകൊണ്ടു ആർക്കും ധൈര്യമുണ്ടായില്ല പപ്പുവിനോട് എതിർക്കുവാൻ. അവർ തികച്ചും പരാജിതരായി. പിന്നെ അവരാരും അവൻ നിൽക്കുന്നിടത്ത് പോവുകയില്ല, അവനെ നോക്കുകയുമില്ല. അവർ അവനെ അവഗണിക്കുന്ന ഭാവം നടിച്ചു. അവൻ അവരെയും അവഗണിച്ചു. പിന്നെയും ട്രെയിൻ വന്നു. പപ്പു പ്ലാറ്റ്ഫോറത്തിൽ ചെന്ന് ഒതുങ്ങി നിന്നതേയുള്ളൂ. എല്ലാവരും ചുമടും കൊണ്ട് പോയിക്കഴിഞ്ഞപ്പോൾ അവനും ഒരു ചുമട് കിട്ടി. ഓരോ തവണ വണ്ടി വരുമ്പോഴും ഓരോ ചുമട് വീതം അവനും കിട്ടും. ഉച്ചയ്ക്ക് അവൻ ഹോട്ടലിൽ പോയി ഊൺ കഴിച്ചു. വൈകുന്നേരം ചായയും കുടിച്ചു. രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം കൂലിപ്പിള്ളേർ ഓരോരുത്തരായി പപ്പുവിനോട് ഇഷ്ടം കൂടാൻ വന്നു തുടങ്ങി. പപ്പു അവരോടെല്ലാം സ്നേഹമായി പെരുമാറി. പരസ്പരം നാടും വീടും പേരും മറ്റും പറഞ്ഞു. ഒടുവിൽ പപ്പുവിനെ അവരിൽ ഒരാളായി അംഗീകരിച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് പപ്പു അവരുടെ നേതാവാവുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെ കൂലിപ്പിള്ളേരുടെ മേൽ എല്ലാവർക്കും അധികാരമുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ മുതൽ പോർട്ടർ വരെയുള്ള റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയും മുറുക്കൻ കച്ചവടക്കാരന്റെയും ആജ്ഞകൾ അനുസരിക്കേണ്ടത് ഈ പിള്ളേരുടെ കടമയാണെന്നാണ് വെയ്പ്പ്. മാത്രമല്ല, കൂടെ കൂടെ അവരുടെ ശകാരവും അടിയും സഹിച്ചുകൊള്ളുകയും വേണം. പപ്പുവിന്റെ സിരകളിൽ അടിമത്തത്തിന്റെ പരമാണുവിനുപോലും പ്രവേശനമില്ല. മറ്റു കൂലിപ്പിള്ളേർ എത്ര ശകാരം വേണമെങ്കിലും കേട്ടുകൊള്ളും. അടിച്ചാൽ അത് സഹിച്ചുകൊള്ളും. അതെല്ലാം അവർക്ക് സാധാരണ സംഭവങ്ങളാണ്. അതിൽ അവർക്ക് സാമാന്യത വന്നിട്ടുണ്ട്.
അതവരുടെ അവകാശങ്ങളായി തീർന്നിട്ടുമുണ്ട്. ശകാരത്തെയും അടിയെയും മറ്റും എതിർക്കണമെന്ന് പപ്പു അവരോട് പറയും. അവർക്കത് മനസ്സിലാക്കുവാൻ പോലും പ്രയാസമാണ്. ചുമട് ചുമന്ന് ഉപജീവനം കഴിക്കുന്ന കൊച്ചു പിള്ളേരാണോ വലിയവരോട് കയറി എതിർക്കുന്നത്? ഒരുത്തൻ പറഞ്ഞു. എതിർക്കാൻ ചെന്നാ പിന്നെ ഇവിടെ കേറാനൊക്കത്തില്ല. മറ്റൊരുത്തൻ പറഞ്ഞു. അവരുടെ തല അടിച്ചൊടച്ചു കളയണം. എതിർക്കാൻ നിന്നാൽ വഴക്കുമ്പോഴെന്ത് ചെയ്യും? അത് വേറൊരുത്തന്റെ ചോദ്യമാണ്. അങ്ങനെ നേതാവും അനുയായികളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. എങ്കിലും പപ്പു അവരോടുള്ള ഉപദേശം തുടർന്നുകൊണ്ടിരുന്നു. വളരെ ദിവസത്തെ പരിശ്രമം കൊണ്ട് അവനൊരു കൂട്ടുകാരനെ കിട്ടി. മക്കാർ എന്നാണവന്റെ പേര്. അവരിരുവരും കൂടി നിശ്ചയിച്ചു അവർ ആരെങ്കിലും ശകാരിച്ചാൽ അങ്ങോട്ടും ശകാരം കൊടുക്കണമെന്ന്. ഒരു ദിവസം സ്റ്റേഷനിലെ മുറുക്കാൻ കടക്കാരൻ മക്കാരെക്കൊണ്ട് ബസാറിൽ നിന്ന് ഒരു ചുമടെടുപ്പിച്ചു കൊണ്ടുവന്നു. അതിന് കൂലി ചോദിച്ചപ്പോൾ അയാൾ ശകാരം തുടങ്ങി. യാത്രക്കാരോട് കൂലി ചോദിക്കുന്നത് പോലെ അയാളോട് കൂലി ചോദിച്ചത് അപമര്യാദയായിപ്പോയത്രേ. 2 ബീഡി കടം വാങ്ങിയിട്ടുള്ളതുകൊണ്ട് കൂലിയായി വകവെച്ചു കൊള്ളണമെന്നാണ് അയാളുടെ ന്യായം. പോലീസുകാരൻ ഒരു ബീഡിയെടുത്ത് കത്തിച്ചുകൊണ്ട് മുറുക്കാൻ കടക്കാരനോട് അനുകൂലിച്ചു. കൂലി കിട്ടാതെ അടങ്ങുകയില്ലെന്ന് മക്കാർ ശഠിച്ചു. മുറുക്കാൻ കടക്കാരന്റെ ശകാരം വർദ്ധിച്ചു തുടങ്ങി. മക്കാർ അങ്ങോട്ടും ശകാരം ആരംഭിച്ചു. അപ്പോഴേക്ക് മക്കാരെ സഹായിക്കാൻ പപ്പുവുമെത്തി. വഴക്ക് മുറുകി. മുറുക്കാൻ കടക്കാരൻ മക്കാരുടെ മുതുകത്ത് ഒരടി കൊടുത്തു. പപ്പു അടുത്തു കിടന്നിരുന്ന മരക്കഷണമെടുത്ത് മുറുക്കാൻ കടക്കാരന്റെ കാൽമുട്ടിന് ആഞ്ഞൊരടിയും കൊടുത്തു. അയാൾ പപ്പുവിന്റെ നേരെ തിരിഞ്ഞു. ആ തക്കം നോക്കി മക്കാർ പീടികയിൽ നിന്ന് ഇരുമ്പു കട്ടിയെടുത്ത് പുറത്തേറ്. ഏറുകൊണ്ട മുറുക്കാൻ കടക്കാരൻ വീണുപോയി. പപ്പുവും മക്കാരും കൂടെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. മക്കാർ പട്ടണത്തിൽ ജനിച്ചു വളർന്നവനാണ്. അവനവിടെ പരിചയക്കാരുമുണ്ട്. അവന്റെ വാപ്പ ഒരു ബീഡി തെറുപ്പക്കാരനായിരുന്നു. ഇലവെട്ടാനും ബീഡി തെറുക്കാനും അവൻ കുറെയൊക്കെ ശീലിച്ചിട്ടുണ്ട്. അവൻ പപ്പുവിനെയും കൊണ്ട് പട്ടണാതിർത്തിയിലുള്ള ഒരു ബീഡിക്കടയിൽ ചെന്നു. മക്കാരുടെ വാപ്പയെ ഓർത്ത് അവന് ജോലി കൊടുക്കാമെന്ന് ബീഡിക്കാരൻ സമ്മതിച്ചു. പപ്പുവിനെ കൂടെ ജോലിക്കെടുത്തില്ലെങ്കിൽ തനിക്കും ജോലി വേണ്ട എന്ന് മക്കാർ ശഠിച്ചു. ഒടുവിൽ ബീഡിക്കടക്കാരൻ പപ്പുവിനും ജോലി കൊടുത്തു. 2 മാസം കൊണ്ട് മക്കാർ പപ്പുവിനെ ഇലവെട്ടാനും തെറുക്കാനും പഠിപ്പിച്ചു. 4.5 മാസം അവരിരുവരും അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞുകൂടി. അപ്പോഴേക്കും പപ്പുവിന് ആ ജോലിയിൽ വെറുപ്പായി. എപ്പോഴും ഒറ്റയിരുപ്പിലങ്ങനെ ഇരിക്കുന്നതും പപ്പുവിനും ഇഷ്ടമല്ല. ഊർജ്ജസ്വലവും സമരപ്രസക്തവുമായ ജീവിതമേ അവനു വേണ്ടുള്ളൂ.